തൃശൂരിൽ വനംവകുപ്പിന്റെ ഉന്നതതല യോഗം ഉണ്ടായിരുന്നു. അതിനുശേഷം വനമന്ത്രി AK ശശീന്ദ്രൻ ഇപ്പോൾ സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണം. ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്ന വിമർശനങ്ങളുണ്ടായിരുന്നു. ആ വിമർശനങ്ങളെക്കുറിച്ചും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ നടപടികളും പുതുതായി സ്വീകരിക്കാൻ കഴിയുമെന്നാണ് ഇന്ന് വനംവകുപ്പ് മേധാവി ഉൾപ്പെടെ വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ചും പട്ടികജാതി പട്ടികവർഗ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി കൂടി പങ്കെടുത്തുകൊണ്ടുള്ളൊരു ചർച്ച നടന്നത്. ചർച്ച ആരോഗ്യകരമായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ 2-3 കാര്യങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന്, 2 സംസ്ഥാനങ്ങൾ ചേർന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഒരു ഇൻ്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുക എന്നുള്ളതാണ്. അത്തരമൊരു കമ്മിറ്റി ഈ 15-ാം തീയതിക്കകം തന്നെ യോഗം ചേർന്ന് പരസ്പര ധാരണയോടുകൂടി മുന്നോട്ട് പോകാൻ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ആലോചിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. തീരുമാനം വന്നതാണ്. രണ്ടാമത്തെ കാര്യം, നിലവിലെ സാഹചര്യം പരിശോധിക്കുന്നതിനും മേലിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലിൻ്റെ ഭാഗമായി വയനാട്ടിൽ 3 വനം ഡിവിഷനുകളാണുള്ളത്. ഈ 3 ഡിവിഷനുകളെ ക്രോഡീകരിച്ച് ഒരു സ്പെഷ്യൽ സെല്ല് രൂപീകരിക്കാനും അതിനൊരു ചുമതലക്കാരനെ നിശ്ചയിക്കാനും തീരുമാനമെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വയനാട് ജില്ലക്കാകെ ഒരു RRT ആണ് നിലവിലുള്ളത്. RRTകൾ സ്പെഷ്യലായി 2 RRTകൾ കൂടി രൂപീകരിച്ച് പ്രവർത്തനം നടത്താനുള്ള തീരുമാനവും ഇന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാരെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും കൂടി എടുത്ത് ആ RRT ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ ഇന്നിവിടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തിയ 500 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരിൽ 170 പേരെ വയനാട് ജില്ലയ്ക്ക് മാത്രമായി നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അവരുടെ സേവനം കൂടി ഉപയോഗപ്പെടുത്തുമ്പോൾ പുതിയ തസ്തികകൾ സൃഷ്ടിച്ച് ഗവൺമെൻറ്റിന് സാമ്പത്തിക ഭാരം ഉണ്ടാകാതെ തന്നെ RRTകൾ രൂപീകരിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ എടുത്ത തീരുമാനത്തിന് കരുത്ത് പകരുന്ന ഒരു കാര്യം. പിന്നെ ഇപ്പോൾ ഈ ആന ഈ അതിർത്തിയിലാണുള്ളത്. കേരള കർണാടക അതിർത്തിയിലാണ് ഇപ്പോൾ ഈ ആനയുള്ളത്. ആന നേരത്തെ നമ്മുടെ കേരള ജനവാസ മേഖലയിൽ നിന്നും ഒരു 500 മീറ്റർ പുറകോട്ട് കർണാടക വനമേഖലയിലേക്ക് നീങ്ങിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള വിവരം. അത് കേരള വനം വകുപ്പ് ആ ആനയെ അനുയോജ്യമായ സ്ഥലത്ത് വെച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ വെടിവെക്കാനുള്ള ഉത്തരവ് ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ വനം വകുപ്പിൻ്റെ ആസ്ഥാനത്ത് നിന്നും ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകിയിട്ടുണ്ട്. ഇതാണ് ഇന്ന് നമ്മളെടുത്ത തീരുമാനത്തിൽ ചർച്ചയിൽ പ്രധാനമായും ഉയർന്നു വന്നിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആന ഇപ്പോൾ നിൽക്കുന്നത് വന്നത് ഈ വനമേഖലയോട് ചേർന്നിട്ടാണ്. കർണാടക പറയുന്നത് ആ ബൗണ്ടറിയിൽ കടന്നാൽ വെടിവെക്കേണ്ട സാഹചര്യമില്ലെന്നാണ്. വെടിവെക്കേണ്ട സാഹചര്യമുണ്ടോ ഇല്ലേ? അല്ല, വെടിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് ജനവാസ മേഖലയിൽ തന്നെ ആന തുടരുന്ന ഘട്ടത്തിലാണ് നമുക്ക് വെടിവെക്കേണ്ടി വരിക. ജനവാസ മേഖലയിൽ കടന്നു വരികയും ജനങ്ങളെ കൊല്ലുകയും കൃഷിനാശം നടത്തുകയും ചെയ്യുന്ന ഘട്ടത്തിൽ മാത്രമാണ് ആ ആന ഉപദ്രവകാരിയായ ആനയാണ് എന്ന് കണ്ടുകൊണ്ട് വെടിവെക്കാനുള്ള ഉത്തരവ് നമ്മൾ നൽകിയിട്ടുള്ളത്. പക്ഷെ ആന സ്വമേധയ കർണാടകത്തിലേക്ക് വനമേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ വനമേഖലക്ക് അകത്തുള്ള കാര്യങ്ങൾ താങ്കൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കർണാടക ഗവൺമെൻറ് തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അതെങ്ങനെ? പക്ഷേ കേരള അതിർത്തിയിലെ ജനവാസ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യണമെന്ന കാര്യമാണ് നമ്മൾ ആലോചിച്ചത്. അതാണ് അവിടെ അവനെ സ്വൈര്യവിഹാരം നടത്താൻ അനുവദിക്കുകയില്ല എന്ന് തന്നെയാണ് കേരളത്തിൻ്റെ വനം വകുപ്പിൻ്റെ നിലപാട്. ഇന്നത്തരത്തിലുള്ള അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച്
ഇതിപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു മയക്കുവെടിക്കുള്ള സാധ്യത ഇന്നുണ്ടോ? എങ്ങനെയാണ് അവരുടെ റീഡിംഗ് അനുസരിച്ച്? സാധ്യത മങ്ങുകയാണ്. ഓ, മയക്കുവെടി വെക്കേണ്ട സാധ്യത ഇന്ന് മങ്ങുകയാണ്. അല്ല, മയക്കുവെടി വെക്കേണ്ട സാധ്യത ഉണ്ടാകുമ്പോൾ അതിന് സജ്ജമാണ്. മയക്കുവെടി വെച്ച് ആ ആനയെ പിടിക്കാനുള്ള സാഹചര്യം ഒത്തുവന്നാൽ അത് ചെയ്യാൻ തന്നെയാണ് വനംവകുപ്പിൻ്റെ തീരുമാനം. എന്നാൽ സാഹചര്യം ഒത്തുവരില്ല എന്നുള്ളതിൽ നിന്ന് അത് സ്വമേധയാ മറ്റു കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മുടെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ആക്ഷനിലേക്ക് പോകാൻ നിയമപരമായ സാധ്യതയില്ലല്ലോ. അപ്പോൾ അത് അവിടെ ഓരോ മണിക്കൂറും ഉണ്ടാകുന്ന പുതിയ സാഹചര്യം അനുസരിച്ചല്ലാതെ ഈ കാര്യത്തിൽ വെടിവെക്കില്ലെന്നോ വെടിവെക്കുമെന്നോ, നമ്മുടെ അതിർത്തിയിൽ ഇതുപോലെ തുടരുകയാണെങ്കിൽ വെടിവെക്കും. ഇതിനകത്ത് ഇപ്പൊ ഏതെങ്കിലും ആൾക്ക് വീഴ്ച സംഭവിച്ചത് വിലയിരുത്തുന്നുണ്ടോ? അതിപ്പോ കർണാടക കൃത്യമായി വിവരം നൽകാത്തതോ, അതോ കേരളത്തിലെ വനവകുപ്പിന്റെ ഉദ്യോഗസ്ഥരെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകാത്തോ, അങ്ങനെ എന്തെങ്കിലും ഒരു വീഴ്ച എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചായിട്ട് വിലയിരുത്തിയിട്ടുണ്ടോ? അല്ല, ഇതുവരെ നമ്മൾ കണ്ടെത്തിയത് ഈ നിർദ്ദേശം കർണാടകയിൽ നിന്നും കേരള ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കിട്ടുന്നതിൽ കാലതാമസം ഉണ്ടായെന്നാണ് കിട്ടിയ വിവരം. പക്ഷേ അതൊരു വിവാദ വിഷയമാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് അതുകൊണ്ടാണ് ഇൻ്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി യോഗം കൂടി അവരത് പരിശോധിക്കട്ടെ. എന്തെങ്കിലും വീഴ്ചകളുണ്ടായാൽ ആ വീഴ്ചകൾ കണ്ടെത്തിയാൽ അത് സംബന്ധിച്ച് നടപടികൾ തുടർന്ന് സ്വീകരിക്കുക എന്നല്ലാതെ ഇപ്പോൾ തന്നെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിനെയോ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെയോ കുറ്റപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് ഞങ്ങൾ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് നമുക്ക് വിവരം, അതായത് കർണാടക നമുക്ക് ഇതിന്റെ സിഗ്നൽ സംവിധാനം സംബന്ധിച്ചുള്ള അറിയിപ്പ് നൽകുന്നത് ഈ ഒരാൾ മരിച്ചതിന് ശേഷം മാത്രമാണ്. ഒരു ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു. അതിനുശേഷമാണ് വനംവകുപ്പ്, കർണാടക വനംവകുപ്പിന്റെ ഒരു ഇടപെടൽ നമുക്ക് അനുകൂലമായിട്ടുണ്ടാകുന്നത്. അപ്പോഴും ഇനി കർണാടകയെ സംരക്ഷിച്ചു പിടിക്കുന്ന നിലപാട് സംസ്ഥാനത്തിനുണ്ടോ? അതോ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ? അല്ലല്ലല്ല, രാഷ്ട്രീയ സാഹചര്യവും ഈ വിഷയവും തമ്മിൽ ഒരു ബന്ധമില്ല. നമുക്ക് കിട്ടിയ വിവരം സംബന്ധിച്ച് ശാസ്ത്രീയമായ വിലയിരുത്തണം. അതിനാണ് ഇൻ്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി ഉള്ളത്. ആ ഇൻ്റർനാഷണൽ കോർഡിനേഷൻ കമ്മിറ്റിയാണ് അത് പരിശോധിക്കേണ്ടത്. അത് പരിശോധിച്ച് അവർ നൽകുന്ന റിപ്പോർട്ടിൻ്റെ തുടർ നടപടികളാണ് താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ വരുന്നത്. തീർച്ചയായും ശരിയായ ആക്ഷേപവും പരാജയപ്പെട്ടു എന്നതാണെങ്കിൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് പരിശോധിക്കാനും ഉചിതമായ നടപടികൾ സ്വീകരിക്കാനും ഗവൺമെൻറ്റിന് യാതൊരു മടിയുമില്ല. അല്ലാതെ ഒരു തർക്കമാക്കേണ്ട കാര്യമില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. കേരളത്തിലെ വനംവകുപ്പിന് ജനങ്ങളെ കൂടി സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ടോ, അതോ മൃഗങ്ങളെ മാത്രം സംരക്ഷിക്കേണ്ട ബാധ്യതയാണോ? അതൊരു ഇരുതല മൂർച്ചയുള്ള ചോദ്യമാണ്. വനം വകുപ്പിനെ മാത്രമാക്കി നമുക്ക് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ സാധിക്കില്ല. ഗവൺമെൻറ് എന്നുള്ള നിലക്കാണ് വനം വകുപ്പായാലും റവന്യൂ വകുപ്പായാലും പട്ടികജാതി പട്ടികവർഗ വകുപ്പായാലും പ്രവർത്തിക്കുന്നത്. അതെല്ലാം ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളാണ്. അത് ഒന്നിനൊന്നിനെതിരോ ഒന്നിനൊന്ന് വിരുദ്ധമോ അല്ല. ഈ മയക്കുവെടി വെച്ച് വീണ്ടും വനത്തിലേക്ക് വിടുന്നതൊക്കെ പ്രായോഗികമായ ഒരു കാര്യമാണ്. ഇപ്പൊ അതുപോലെ വിട്ടതുപോലെ ഇപ്പൊ ഈ കോളറങ്ങ് അടിപ്പിച്ച് വിട്ടതാണ് ഇപ്പുറത്ത് ഉണ്ടാക്കുന്നത്. ഇതിന് ശാശ്വതമായ വരിക. ഇപ്പൊ പ്രത്യേകിച്ച് തന്നെ തൃശ്ശൂർ ജില്ല എടുത്താൽ തന്നെ എച്ചിപ്പാറ പാലപ്പള്ളി മേഖലകളൊന്നും സന്ധ്യയായി പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. റോഡിൽ നിറയെ ആനകളാണ്, പുലികളാണ്. ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണ്ടേ? പ്രത്യേകിച്ച് വയനാട് അല്ല, ഈ പ്രശ്നം നമ്മൾ കഴിഞ്ഞ 2 കൊല്ലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ഗവൺമെൻറ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റി 620 കോടി രൂപക്ക് ചെലവഴിക്കുന്നതും 10 കൊല്ലക്കാലം കൊണ്ട് തീർക്കാവുന്നതുമായ ഒരു ബൃഹത് പദ്ധതിക്ക് രൂപം നൽകിയിരുന്നു. ആ ബൃഹത് പദ്ധതിയിൽ വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ തന്നെ നിലനിർത്താൻ ആവശ്യമായ ജലലഭ്യത, ഭക്ഷണലഭ്യത, കാലാവസ്ഥാ വ്യതിയാനത്തെ തടയാനുള്ള വനവൽക്കരണം തുടങ്ങിയ പദ്ധതികളാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ നിരന്തരമായി കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പാകെ ഈ നിർദ്ദേശം വെച്ചെങ്കിലും സാമ്പത്തികമായി ഈ കാര്യത്തിൽ ഒരു സഹായവും നൽകാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് ദൗർഭാഗ്യവശാൽ അവരെടുത്തത്. ഞങ്ങൾ മറ്റൊരു കാര്യം കൂടി നിരന്തരമായി അഭ്യർത്ഥിച്ചിരുന്നു. ക്ഷുദ്രജീവികളായി ജനങ്ങളെ ജീവനും സ്വത്തിനും അപകടം വരുത്തുന്ന വന്യമൃഗങ്ങളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കാനുള്ളൊരു നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും കഴിഞ്ഞ 2 വർഷക്കാലമായി നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിയെ ഞാൻ വീണ്ടും കാണുകയുണ്ടായി. വീണ്ടും അദ്ദേഹത്തോട് ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല എന്നുള്ള ഖണ്ഡിതമായ ഒരു നിലപാട് തന്നെയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തണമെന്ന കാര്യത്തിൽ കേരളത്തിലെ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ആ മാറ്റം വരുത്താനുള്ള നിയമ നടപടികൾ ആരംഭിക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റല്ല, കേന്ദ്ര ഗവൺമെൻറ്റാണ് എന്ന് പലപ്പോഴും പ്രസംഗിക്കുന്നവരും പ്രസ്താവന ഇറക്കുന്നവരും
വിസ്മരിച്ചു പോകുന്നു എന്ന കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ്. അതും കൂടി അങ്ങനെയുള്ളവർ ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു എന്ന അപേക്ഷയാണ്. ഇപ്പോഴത്തെ നിലയിൽ ഇപ്പോഴത്തെ ആനയുടെ മൂവ്മെന്റ് വെച്ചിട്ട് തൃശൂരിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം വനമന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. കൂടുതൽ ഉദ്യോഗസ്ഥരെ വയനാട്ടിലേക്ക് നിയോഗിക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നു എന്ന് അദ്ദേഹം ഇപ്പോൾ വിശദീകരിക്കുന്നു.